അതിൽ കയറുമ്പോൾ ആൾക്കാർക്കുള്ള പൊതുവെയുള്ള ഒരു പ്രശ്നം അതിൽ യൂസേഴ്സ് ഇല്ല എന്നുള്ളതാണ്. എക്സാക്ട്ലി വാട്സപ്പിന്റെ കോപ്പിയാണ്, 100% വാട്സപ്പ് കോപ്പി തന്നെയാണ്. റവന്യൂ മോഡലായിട്ട് നമുക്കിപ്പോ എത്രത്തോളം കാണാം. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ടോട്ടൽ എക്സ് പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമ്മളിപ്പോൾ ട്രെൻഡിങ്ങിലുള്ളൊരു വേർഡാണ് അറാട്ടെ മെസ്സഞ്ചർ ആപ്പ്, അറാട്ടെ ആപ്പ്. ഇപ്പോൾ സോഹോ തന്നെ ഔട്ട് ചെയ്തൊരു പ്ലാറ്റ്ഫോമാണ്, മെസ്സഞ്ചർ പ്ലാറ്റ്ഫോമാണ്. വാട്സപ്പിനൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റ് എന്ന രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റിംഗിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിലെന്ന് പറയുമ്പോൾ അതൊരു ഹൈപ്പ് ജനറേറ്റ് ചെയ്തിട്ട് ഒരു നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലാണ് അത് കയറിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്പർ 1 കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ അന്ന് അതിൽ കയറുമ്പോൾ ആൾക്കാർക്കുള്ള പൊതുവെയുള്ള ഒരു പ്രശ്നം അതിൽ യൂസേഴ്സ് ഇല്ല എന്നുള്ളതാണ്. കാരണം എല്ലാവരും അതിലേക്ക് അഡോപ്റ്റ് ആയിട്ടില്ല. കാരണം ഓൾറെഡി അതിലുള്ള ഒരു മൈനസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി വാട്സപ്പിൻ്റെ കോപ്പിയാണ്, 100% വാട്സപ്പ് കോപ്പി തന്നെയാണ്. പക്ഷെ വാട്സപ്പിനേക്കാൾ ഒന്നും കൂടി ഫ്ലോ ബെറ്റർ ആയിട്ടില്ല, ഒപ്റ്റിമൈസ് ചെയ്ത് അവർ ഇനീഷ്യൽ ഒരു ഇതെല്ലാം ഇറക്കിയിട്ടുള്ളൂ. അതെ അതെ, അടുത്ത അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നു. കാരണം ഇനി അത് ആൾക്കാർ യൂസ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർ കൺസിസ്റ്റന്റ് ആയിട്ട് ഇവർ മാർക്കറ്റ് ചെയ്ത് ആ ആൾക്കാരെ വൺസ് ഇൻസ്റ്റാൾ ചെയ്തു. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, ഞാൻ ഇതിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റേഷൻ ഓഫ് അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ നമ്മൾ ഒന്നുകൂടി അതിൽ കയറി നോക്കുമ്പോൾ ആൾക്കാരെ എണ്ണം കുറച്ചുകൂടി വരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ റിപ്പീറ്റേഷൻ അഡ്വർടൈസ്മെന്റ്സ് അവർക്ക് പോസിബിൾ ആവും. കാരണം എന്താണ്, ഓൾറെഡി എക്സ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കമ്പനിയാണ് സോഹോ പോലത്തെ ഒരു സോഹോ കോർപ്പറേഷൻ ആണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ബാക്കപ്പ് ഫണ്ട് ഉണ്ടായതുകൊണ്ട് ഇവർ ഇനിയും റീമാർക്കറ്റിംഗ് ചെയ്തിട്ട് അതിനെ ഗ്രോത്ത് ചെയ്യാൻ ചിലപ്പോൾ മേ ബി ചാൻസസ് ഉണ്ട്. കാരണം ഇപ്പൊ വൺസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, ഇനി അതിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കണം പല രീതിയിൽ, ഇനിയും മാർക്കറ്റ് ചെയ്ത്. കാരണം ഇപ്പോൾ ഒരു നല്ലൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിനാണ് റൺ ചെയ്തത്. ഇപ്പൊ കേരളത്തിലെ ഇനീഷ്യൽ ഫേസ് ആയിട്ടുള്ളവര് ഈ ഒരു സാധനത്തിന്റെ ഒരുപാട് ഒപ്റ്റിമൈസേഷൻ അക്വയർ ചെയ്ത പ്രൊഡക്റ്റ് ആണ്. ഇത് ഓൾറെഡി വേറെ ടീം ചെയ്ത് അക്വയർ ചെയ്ത പ്രൊഡക്റ്റ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ എന്നാൽ പോലും എന്താണെന്ന് വെച്ചാൽ ഇവര് വലിയ പ്ലാറ്റ്ഫോം, വലിയ കേരളത്തിലാണ് ഏറ്റവും ടോപ്പ് ന്യൂസ് ചാനൽസിലും എല്ലാം ഒരു പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു പെയ്ഡ് പ്രൊമോഷൻ ആയിരിക്കും, 100% അങ്ങനെ ആകാനാണ് ചാൻസ് ഉള്ളത്. അത് ബെറ്റർ ആക്കി ഇനിയും അതിനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് മാർക്കറ്റ് ചെയ്ത് പോകുമ്പോൾ മേ ബി കുറച്ച് യൂസേഴ്സ് ഇതിലേക്ക് വരാം. പക്ഷെ ഇതിലുള്ള ഒരു മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് end-to-end എൻക്രിപ്റ്റഡ് അല്ല. വാട്സപ്പ് end-to-end എൻക്രിപ്റ്റഡ് ആണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇതിൽ അത് എൻക്രിപ്റ്റഡ് അല്ല. പക്ഷെ വോയിസ് കോളും വീഡിയോ കോളൊക്കെ നമുക്ക് എന്താണ് അതിൽ end-to-end എൻക്രിപ്റ്റഡ് ആയിട്ട് തന്നെയാണ് അറാട്ടയിലും പറയുന്നത്. പക്ഷെ വാട്സപ്പിന്റെ സൈഡ് നോക്കുമ്പോൾ എല്ലാ സൈഡും end-to-end എൻക്രിപ്റ്റഡ് ആയിട്ടാണ് ഒരു വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. അവർ അവകാശപ്പെടുന്നേ ഉള്ളൂ, എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. അതുണ്ട്. അപ്പോൾ എല്ലാം വെബ് 2 ആണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള മിസ്സിങ് മേ ബി ഉണ്ടാവാം. പക്ഷെ ബിസിനസ് സ്ട്രാറ്റജികൾ ഒരിക്കലും end-to-end എൻക്രിപ്റ്റഡ് അല്ല. ഇപ്പോൾ വാട്സപ്പ് ബിസിനസ്സും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ അത് ബിസിനസ് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ ഡാറ്റ അവർ എടുക്കുന്നുണ്ട്, ചാറ്റിംഗ് ഡാറ്റാസ്. വാട്സപ്പ് ത്രൂ നിങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ, വാട്സപ്പ് ബിസിനസ് ത്രൂ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡാറ്റാസൊക്കെ നമുക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. അഥവാ വാട്സപ്പ് ഫീഡ് ചെയ്തിട്ട് അതിനുള്ള അഡ്വർടൈസ്മെന്റ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ബാക്ക് എൻഡ് ടീമിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ വാട്സപ്പ് ത്രൂ ചെയ്യുന്നുണ്ടല്ലോ, സാധാരണ വാട്സപ്പ് അത് ത്രൂ മെസ്സേജ് അയക്കുന്നത് എടുക്കുന്നില്ല. പക്ഷെ നമ്മൾ സാധാ വാട്സപ്പിൽ നിന്ന് ബിസിനസ് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നതിൻ്റെ ഡാറ്റാസ് എടുക്കുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നതിൻ്റെ. നോർമൽ വാട്സപ്പ് ടു ബിസിനസ്സിലേക്ക് എടുക്കുന്നതും അവിടുന്ന് സാധാ ബിസിനസ് വാട്സപ്പിൽ നിന്ന് നോർമൽ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുന്നതും ആ ഡാറ്റാസ് ഇവർ ബാക്ക് എൻഡിൽ നിന്ന് എടുക്കുന്നുണ്ട്. നേരെ മറിച്ച് നമുക്ക് വാട്സപ്പ് ടു വാട്സപ്പ് ഡാറ്റാസ് എടുക്കുന്നില്ല, end-to-end എൻക്രിപ്റ്റഡ് ആയിട്ടാണ് ഇവരിപ്പോൾ കറണ്ട്ലി പറയുന്നത് കാര്യങ്ങൾ. അതുപോലെ തന്നെ അറാട്ടയിലുള്ള ഒരു ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. അതിലില്ലാത്തൊരു ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഗൂഗിൾ മീറ്റ് പോലത്തെ തന്നെ എല്ലാ സിസ്റ്റം അതിലുണ്ട്. ഇപ്പൊ നമുക്കൊരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാനും മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനും അങ്ങനെ ഗ്രൂപ്പ് സിസ്റ്റങ്ങളൊക്കെ അതിൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടി ഫാർ ബെറ്റർ ആയാൽ കൊള്ളാം എന്നുള്ളൊരു ഫീൽ വന്നിട്ടുണ്ട്. ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ അവർ മേ ബി ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവരാൻ ചെയ്യാം. കാരണം ഇനീഷ്യലി ഒരു ഇന്ത്യൻ കമ്പനി എന്നുള്ള നിലയ്ക്ക് അവർ എടുത്ത എഫേർട്സ് കാര്യങ്ങളൊക്കെ അപ്രിഷിയേറ്റബിൾ ആണ്. പക്ഷേ ഇതില് എനിക്ക് തോന്നുന്നത് സ്പെസിഫിക്കലി ഒരു തമിഴ്നാട് സ്റ്റൈലാണ് മൊത്തത്തിൽ. അതിന്റെ ഒരു ലോഗോ സൈഡ് ആണെങ്കിലും അതിന്റെ നെയിം സൈഡ് ടച്ച് ഉണ്ട്, അതിന്റെ ഇന്ത്യൻ ടച്ച് ഉണ്ട്. പക്ഷെ ഒരു സ്പെസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ്ലി ഒരു തമിഴ്നാട് സ്റ്റൈലിലേക്കാണ് അതിന് ഫുള്ളി കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ അത് ആൾക്കാർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമോ കാര്യങ്ങൾ അറിയില്ല. അതിന്റെ ലോഗോ സൈഡ് ആണെങ്കിൽ ആ ഒരു കൾച്ചർ മോഡലാണ് എല്ലാം ഡിസൈനിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ഉപരി ഒരു സംസ്ഥാന ബേസ് നോക്കുകയാണെങ്കിൽ ഒരു തമിഴ്നാട് സംസ്ഥാനത്തിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ആക്ച്വലി അറാട്ടെ ഇറങ്ങിയിട്ടുള്ളത്.
ഫോക്കസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നില്ല, അതിനെ ഒന്ന് എലിവേറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് അതിന്റെ എല്ലാ പാറ്റേണും ലോഗോ പാറ്റേണും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി എല്ലാവരും ഒരു വട്ടെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അതെ അതെ, അത് എത്രത്തോളം വാട്സപ്പ് അതിലോട്ട് സ്വിച്ച് ആവും എന്നുള്ളത് കണ്ടറിയാം. കാരണം ഇത് രണ്ടും ഫ്രീ പ്ലാറ്റ്ഫോം ആണ്. പിന്നെ അതിൽ അഡീഷണലി വന്നിങ്ങനെ സൂം സിസ്റ്റം പോലത്തെ ഒരു എക്കോസിസ്റ്റമാണ് ഇപ്പൊ കറന്റ് അവർ കൊടുത്തിട്ടുള്ളത്. ഈ ഫുള്ളി എൻഡ് ടു എൻക്രിപ്റ്റഡും അതിലേറെ ഫീച്ചേഴ്സും കാര്യങ്ങളും കൊടുക്കുമ്പോൾ ബെറ്റർ ആവും. പക്ഷെ ഇതിലൊക്കെ ഒരു മൈനസ് എന്താ വെച്ചാൽ ഇപ്പോൾ വാട്സപ്പ് ഫുള്ളി ഫ്രീ ആണ്. ഇപ്പോൾ ഇവർക്ക് റവന്യൂ മെത്തേഡ് പറഞ്ഞാൽ ഇപ്പോൾ ഒരു OTP കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ റവന്യൂ മെത്തേഡാണ്. പിന്നെ അതുപോലെ തന്നെ വാട്സപ്പ് API സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ കറന്റ് ഇതിന്റെ റവന്യൂ. അതല്ലാതെ വേറെ റവന്യൂ സോഴ്സ് ഒന്നും കറന്റ് സിറ്റുവേഷനിൽ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസിന് വളരെ കുറവാണ്. നിങ്ങൾ യൂണീക്ക് കൺസെപ്റ്റിനെ നിങ്ങൾക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻസോ വെബ്സൈറ്റോ ആക്കി ഡെവലപ്പ് ചെയ്ത് ഹൈ വോളിയം യൂസേഴ്സിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ കൊടുത്ത നമ്പറിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഒരു ഫ്രീ കൺസൾട്ടേഷനും അതുപോലെ തന്നെ നമുക്ക് ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു ടോക്ക് ചെയ്യാം. താങ്ക് യു. അപ്പോൾ സ്കെയിൽ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ സോഹോ മോഡലൊരു കോസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും. കാരണം സർവീസ് സൈഡ്, കാരണം വീഡിയോ കോൾ, ഓഡിയോ കോൾസ് അതൊക്കെ നല്ല രീതിയിൽ കോസ്റ്റ് വരും. കാരണം നമ്മളിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ ഇതിന് കണ്ടു ചോദിക്കാം, നമുക്ക് ഇങ്ങനത്തെ ഒരു ആപ്പ് ഇറക്കിയാൽ വരാറുണ്ടല്ലോ വാട്സപ്പ്, അതെ അതിൽ വരാറുണ്ട്. പക്ഷെ അതിൽ അങ്ങനത്തെ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഫാർ ബെറ്റർ. കാരണം നമുക്ക് ഇവരൊപ്പം കോമ്പറ്റ് ചെയ്യാവുന്ന ഒരു യൂണീക്ക് കൺസെപ്റ്റ് വേണം ഒന്ന്. പിന്നെ ഇത് നല്ല എക്സ്പെൻസീവ് ആണ്. ചാറ്റ് സിസ്റ്റം അല്ല എക്സ്പെൻസീവ് ആയിട്ട് വരുന്നത്. കോൾ സിസ്റ്റം എക്സ്പെൻസീവ് ആണ്. ലൈവ് സിസ്റ്റം എക്സ്പെൻസീവ് ആണ്. ലൈവ് കോൾസ്, വീഡിയോ കോൾസുകളൊക്കെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇതൊന്നുകൂടി നിങ്ങൾക്ക് അത്യാവശ്യം ഫണ്ടിങ്ങും കാര്യങ്ങളും, അതല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ വേറെ എന്തെങ്കിലും ബിസിനസ് മോഡൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയ കാര്യം. എന്തെങ്കിലും ഒരു യൂണീക്നെസ് കൊണ്ടുവരാണെങ്കിൽ മാത്രമേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അതെ, ഇപ്പോൾ ചാറ്റിംഗ് തന്നെ നമുക്ക് ടെലഗ്രാമും ഉണ്ട്, വാട്സപ്പ് ഉണ്ട്. പക്ഷേ രണ്ട് പർപ്പസിന് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും മോസ്റ്റ് യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് നമുക്ക് വാട്സപ്പാണ്. പക്ഷെ ഒന്നും കൂടി അടിപൊളിയായിട്ടുള്ളത് ടെലഗ്രാമാണ്. പക്ഷെ ആൾക്കാരെ അതിലേക്ക് സ്വിച്ച് ചെയ്യുന്നത് ക്ലൗഡ് ബേസ്ഡ് ആണ്. ഫയൽസ് ഒക്കെ ഷെയർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നു. ഒരു കൺസിസ്റ്റൻസി, ഡാറ്റ പ്രൈവസി കൂടുതൽ ടെലഗ്രാം കൊടുക്കുന്നുണ്ടെന്നുള്ളൊരു നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. നമ്മളെ ഡാറ്റ 100% നല്ല രീതിയിൽ അവർക്ക് പ്രൈവസി കൊടുത്തിട്ട് അതിന്റെ ഫൗണ്ടർ മെയിൻ ഉദ്ദേശം അതാണ്. ഡാറ്റ പ്രൈവസി എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം ഇറക്കിയ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ബെനിഫിറ്റ് അതിനുണ്ട്. അപ്പോൾ ഫാർ ബെറ്റർ ആക്കിയിട്ട് എനിക്ക് തോന്നുന്നു അറാട്ടൈ മേ ബി വരാം. കാരണം ഇപ്പൊ ആൾക്കാർ വൺസ് ഇൻസ്റ്റാൾ ചെയ്തു, ഈ കൺസെൻസ് മാർക്കറ്റിംഗ് പോലും കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഒരു യൂണീക്നെസ് അവർ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും യൂണീക്നെസ് മാത്രം മാർക്കറ്റിംഗ് ആൾക്കാർക്ക് ഞാൻ പറഞ്ഞില്ല, എപ്പോഴും വേണ്ടത് ആൾക്കാർ അതിൽ ഉണ്ടാവണം. അവർക്ക് അവരുടെ ഡാറ്റ സെക്യൂർ ആണെന്ന് തോന്നണം. എൻക്രിപ്റ്റഡ് അല്ല, മേ ബി അത് റവന്യൂ മോഡലായിട്ട് നമുക്കിപ്പോൾ എത്രത്തോളം കാണാൻ പറ്റും. വാട്സപ്പിന് റവന്യൂ എന്ന് പറയുന്നത് മേ ബി നമ്മുടെ ഡാറ്റ കാര്യങ്ങളായിരിക്കാം. വാട്സപ്പിന് ഡാറ്റ സൈഡ് വരികയാണെന്നുണ്ടെങ്കിൽ റവന്യൂ സൈഡ് ഉണ്ട്. അത് നമുക്ക് ബ്ലൂടിക്ക്, അതുപോലെ തന്നെ ചാർജസ്, അതുപോലെ തന്നെ API ചാർജസ് കാര്യങ്ങളൊക്കെ നമുക്ക് അത് ത്രൂ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതല്ലാത്ത സൈഡ് വർക്ക്ഔട്ട് ചെയ്യാനുള്ളത് വാട്സപ്പിന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ, മെറ്റ ആഡ്സ് കമ്പനിയാണ്. ഇവര് അക്വയർ ചെയ്തതാണ് വാട്സപ്പിന്. അത് മെറ്റ അക്വയർ ചെയ്തതാണ് വാട്സപ്പിന്. കാരണം അതെന്തിനാ വെച്ചാൽ ഇവർക്ക് വേണ്ടത് ഈ ബിസിനസ്സിൽ നിന്ന് വരുന്ന ടോക്കിന്റെ ഡാറ്റാസ് എടുത്തിട്ട് ഇന്ന് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. നമുക്കത് എന്തിനും യൂസ് ചെയ്യാൻ പറ്റും. അതുണ്ട് അവിടെ. അപ്പൊ ഈ ഒരു സൈഡ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആവും. പിന്നെ വാട്സപ്പിന്റെ API ആൾക്കാർ യൂസ് ചെയ്യാൻ തയ്യാറാണ്. നമ്മളെ API ഇറക്കി കഴിഞ്ഞാൽ ആര് യൂസ് ചെയ്യും? ഫസ്റ്റ് ഫേസ് നമുക്ക് ബില്യൺസ് ഓഫ് യൂസേഴ്സ് ആണ് വാട്സപ്പിലുള്ളത്. അപ്പോൾ നമ്മളിൽ എത്രത്തോളം യൂസേഴ്സ് ഉണ്ട് അതിനനുസരിച്ചാണ് നമ്മളെ API യൂസ് ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ OTP സിസ്റ്റം, വാട്സപ്പ് OTP നല്ല ഫിമിലർ ആയിക്കൊണ്ടിരിക്കുക, നല്ല രീതിയിലേക്ക് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് OTP. പിന്നെ ഒരു മെറ്റ വെരിഫിക്കേഷൻ സിസ്റ്റം, വാട്സപ്പ് വെരിഫിക്കേഷൻ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ വർക്കുകൾ വരാം. ഇനി അറാട്ടയിൽ ഇനി വരാൻ ചാൻസ് ഉള്ളത് ഇതേപോലെ തന്നെയാണ് വരാനുള്ള ചാൻസസ് ഉള്ളത്. പക്ഷെ ഒന്നുകൂടി സ്കെയിൽ ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം എടുക്കാം, മേ ബി കുറച്ച് ടൈം എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവര് പെയ്ഡ് ആക്കുമെന്ന് വെച്ചാൽ ഇപ്പോൾ ലൈവ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഒരു കൊടുത്തിട്ടുണ്ട്. അത് മേ ബി ആ ഒരു ഏരിയകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ പെയ്ഡാക്കി വരാം. പിന്നെ പല ബിസിനസ് പല കൺസെപ്റ്റിലേക്കാണ് പോവുക. ഇപ്പോൾ ഇവര് ടെലഗ്രാം പോയത് ഇവരെ ഒരു സബ്സ്ക്രിപ്ഷൻ ഡൗൺലോഡ് സ്പീഡ് കൂടും, ഇമോജിയൊക്കെ ആയിട്ടുള്ള ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ മോഡൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രീ ഉണ്ട്, പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബാഡ്ജ് കാര്യങ്ങളും അതുപോലെ തന്നെ സ്പീഡ്സ് കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള മോഡലാണ്. അത്യാവശ്യം ആൾക്കാർ അത് എടുക്കുന്നുണ്ട്. ആ രീതിയിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ടെലഗ്രാമിനും OTP സിസ്റ്റം ഉണ്ട്. പക്ഷെ ഈ ടെലഗ്രാം ഉണ്ടാക്കിയതാണ് ഒരു ഓൺ ബ്ലോക്ക് ചെയിൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് അങ്ങനത്തെ കംപ്ലീറ്റ് വേറൊരു മേഖല, ഒരു Web3 മേഖലയിലേക്ക് ആണ് അതിന്റെ ബാക്ക് സിസ്റ്റം പിന്നീട് മാറിയത്.
പക്ഷെ ഇത് എന്താ കാരണം സ്കെയിൽ ചെയ്യാൻ മേ ബി ചാൻസ് ഉണ്ട് ടെലഗ്രാം, കാരണം അത്രയും സെക്യൂരിറ്റിയും. ടെലഗ്രാം കംപ്ലീറ്റ്ലി വേറൊരു യൂണീക് കൺസെപ്റ്റ് തന്നെ. Unique concept ആണ്. ഈവൻ ഇപ്പോൾ ഹാംസ്റ്റർ കോമ്പാക്ട് പോലും അത്രയും സ്പ്രെഡ് ആയി പോയത് ടെലഗ്രാമിന്റെ ആ ഒരു ഇതുകൊണ്ടാണ്. അപ്പൊ അങ്ങനത്തെ പല വെർട്ടികളും അതായത് ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള വാലറ്റുകൾ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ടോൺ വാലറ്റ് കാര്യങ്ങൾ, ഇപ്പൊ അവരുടെ നോൺ ബ്ലോക്ക് ചെയിൻസ് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവര് ആ ഒരു വെർട്ടികളിലേക്ക്, ഫ്യൂച്ചർ വെർട്ടികളിലേക്കാണ് അവർ പോകുന്നത്. അപ്പോൾ ഓരോ ബിസിനസ്സിനും ഓരോ പർപ്പസ് ഉണ്ട്. ആ പർപ്പസിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അറാട്ടെ ഇനി ഗ്രോ ചെയ്യാൻ ചിലപ്പോൾ മേ ബി ചാൻസസ് ഉണ്ട്. എല്ലാം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം അത് ഒരു വലിയൊരു ടീമിന്റെ അടുത്താണ് അത് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്തായാലും അത് ഉണ്ടാവും എന്നുള്ളതാണ്. നോക്കാം, നമുക്ക് കണ്ടറിയാം അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.